ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6 നിർണായകമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വളരെ നിർണായകമായ ഒരു എപ്പിസോഡാണ് ഇത്. ഇവിടെ പോഡിയങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷേ നിങ്ങൾ 2 ടീമുകൾ മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. ഒന്ന് ആലോചിക്കണം, 45 ലക്ഷം കുട്ടികളിൽ തുടങ്ങിയ യാത്രയാണ്. 15,000 സ്കൂളുകളിൽ തുടങ്ങിയ യാത്രയാണ്. സ്കൂൾ, ഉപജില്ല, ജില്ല, സംസ്ഥാന അടിസ്ഥാനത്തിൽ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ എത്തി. ഇവിടെ വരുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ഇത് മുഴുവൻ ആളുകളായിരുന്നു, 14 പേരായിരുന്നു. പക്ഷേ കുറെ ആളുകൾ പൊഴിഞ്ഞു പോയി. അതിനുശേഷം 4 പേർ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. 2 ടീമുകൾ, 2 ടീമുകൾ, ഇൻഡിഗോ ആൻഡ് റെഡ്. ഈ അബ്ദുൽ കലാം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? എപ്പോഴാണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു ഓട്ടോഗ്രാഫായിട്ട് മാറുന്നത്? ആ സമയത്ത് നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു, ഒരു താരമായിട്ട് മാറുന്നു എന്നുള്ളത്. നിങ്ങൾ താരമായി മാറിക്കഴിഞ്ഞു. ഒരു വലിയ വേദിയിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് സമ്മാനം തരുന്നു. നടൻ മോഹൻലാൽ അവിടെ ഉണ്ടാവും. ഒരു വലിയ സദസ്സിന് മുമ്പിൽ നിങ്ങൾ താരങ്ങളായി മാറും. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ആർക്ക് ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് എന്നുള്ളതല്ല. ആരായി കഴിഞ്ഞാലും, എത്ര വലിയ താരങ്ങളായി കഴിഞ്ഞാലും നിങ്ങളുടെ വിനയം അതാണ് നിങ്ങളെ വലിയവരാക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഉയരത്തിൽ പോയി എന്നുള്ളതല്ല, ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം വിനയമുണ്ട് അതാണ് പ്രധാനം. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഇത് കഥയല്ല, നടന്നൊരു കാര്യമാണ്. യഹൂദി മെനിഹിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യഹൂദി മെനിഹിൻ എന്ന് പറയുന്ന വലിയൊരു വയലിനിസ്റ്റ് ആയിരുന്നു. ലോകം കണ്ട വലിയൊരു വയലിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു കച്ചേരി നടത്തി കഴിഞ്ഞ ശേഷം ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് വന്നു. അദ്ദേഹം എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുത്ത് തളർന്ന് അദ്ദേഹം പേന മടക്കി പോക്കറ്റിലേക്ക് വെച്ച് മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് പൂച്ചക്കണ്ണുകളുടെ ഒരു കുട്ടി, വെള്ള മുടിയുള്ള ഒരു കുട്ടി, ഒരു കൊച്ചുകുട്ടി ഓടി വന്നതിന് ശേഷം അദ്ദേഹത്തെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ എനിക്കൊരു ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് മടുത്തുപോയി. അദ്ദേഹം പറഞ്ഞു, തളർന്നു മോളെ, വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നടക്കുമ്പോൾ ആ കുട്ടി മുന്നിൽ ചെന്ന് ഇങ്ങനെ തടുത്തു നിർത്തി. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ കുട്ടി പറഞ്ഞു, അങ്കിൾ തളർന്നുല്ലേ? ഇത് കണ്ടോ, എൻ്റെ കയ്യ് ചോന്നിരിക്കുന്നത് കണ്ടോ? എന്താ കാരണം എന്നറിയാമോ? അങ്കിൾ കച്ചേരി തുടങ്ങിയ സമയം മുതൽ കൈയടിച്ച് തളർന്നതാണ് ഈ കൈ എന്ന് പറഞ്ഞു. യഹൂദി മെനിഹിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയെ വാരി പുണർന്നതിന് ശേഷം ചോദിച്ചു, എവിടെയാണ് നിനക്ക് ഓട്ടോഗ്രാഫ് വേണ്ടെന്ന് ചോദിച്ചു. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചതിന് ശേഷം അതിന്റെ എല്ലാ താളുകളിലും ഒപ്പിട്ട് നിറച്ചു. അതിനുശേഷം ചോദിച്ചു, ഇനി എവിടെയാണ് നിനക്ക് ഓട്ടോഗ്രാഫ് വേണ്ടെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നെഞ്ചിൽ ഒരു ഒപ്പിട്ട് തരാമോ എന്ന് ചോദിച്ചു. യഹൂദി മെനിഹിന്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആ കുട്ടി എന്നെ ഉണർത്തി, ആ കുട്ടിയുടെ കണ്ണുനീർ എന്നെ ഉണർത്തി. ഞാൻ എത്ര ഉയരത്തിൽ നിൽക്കുന്ന സമയത്തും ആ കുഞ്ഞിന്റെ വാക്കുകൾ എത്രമാത്രം വിനയമുള്ളവനാവണം ഒരു താരം എന്നെ ബോധിപ്പിക്കുന്നതായിരുന്നു എന്ന് യഹൂദി മെനിഹിൻ എഴുതി വെക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ വലിയ വേദിയിൽ വെച്ച് സമ്മാനം നേടിക്കഴിഞ്ഞാലും, നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ആരൊക്കെ അഭിനന്ദിച്ചു കഴിഞ്ഞാലും, നിങ്ങളുടെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് വാരി പുണർന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്ത്? 3 അക്ഷരം, വിനയം. ഓക്കെ, നമുക്ക് കിടക്കാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ആർ യു റെഡി? നിർണായകമായ നിമിഷങ്ങളാണ്. 2 ടീമുകൾ മാത്രമാണുള്ളത്. ഒരു ടീം വിജയിക്കും, ഒരു ടീം 2ാം സ്ഥാനത്തേക്ക് മാറും. ഇതുറപ്പാണ്. ഈ എപ്പിസോഡ് തീരുമ്പോഴേക്കും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഉണ്ടാവും. ആര് എന്ന് തീരുമാനിക്കുന്ന നിമിഷമാണ് ഇത്. അതുകൊണ്ട് പ്രേക്ഷകരോടും പറയുന്നു, നിർണായകമായ നിമിഷങ്ങളാണ് മുന്നിൽ കാത്തിരിക്കുന്നത്. 8 ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. 8 ചോദ്യങ്ങൾ. ആ 8 ചോദ്യങ്ങളാണ് വിധി കൽപ്പിക്കുക. ഈ 8 ചോദ്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടത് ഇതുപോലെയാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടീമിനോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമാണ് നിങ്ങൾ പറയുന്ന ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്ക്. അതേസമയം ഉത്തരം തെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -10 മാർക്ക്. ആ ചോദ്യം തെറ്റാണെങ്കിൽ അടുത്ത ടീമിലേക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാം. അവർ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ കിട്ടുന്നത് 5 മാർക്ക്, നഷ്ടപ്പെട്ടാൽ -5 മാർക്ക്. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഇനി അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് റിലാക്സ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് റിലാക്സ് ചെയ്യുക. ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇൻഡിഗോ ടീമിനുള്ളതാണ്. ചോദ്യം ഇതാണ്, കാനഡയിലേക്ക് HO എന്ന പിൻകോഡിൽ ഒരു കത്ത് അയച്ചാൽ അത് ആർക്ക് ലഭിക്കും? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടീം റെഡിന് ആൻസർ പറയാനുണ്ടെങ്കിൽ പറയാം. യുവർ ചാൻസ്. പാസ്. സോ ദി ആൻസർ ഈസ് സാന്താ ക്ലോസ്.
സാന്താക്ലോസ്, നോർത്ത് പോൾ, HO കാനഡ. ഇത് സാന്താക്ലോസിന്റെ കോഡാണ്. അറിയാമായിരുന്നു, ചിന്തിച്ചു, പക്ഷെ പറഞ്ഞില്ല. ചോദ്യം 2. ഓപ്പറേഷൻ ഗോൾഡൻ നോസ് എന്തിനുള്ള പദ്ധതിയാണ്? And your time starts now. Tell me, what's your answer? പാർലമെന്റിനെ ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. പാർലമെന്റിനെ ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഗോൾഡൻ നോസ് എന്നാണ് ടീം റെഡ് പറയുന്നത്. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഒരു നിമിഷം. And let's take it. Yes or no? The answer is yes. That's a perfect answer. ഇത് നിർണായകമായ മുഹൂർത്തമാണ് ഈ നിമിഷത്തിൽ. ഒരു 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. You got 10 marks. Congratulations. വീണ്ടും ഇതാ ചോദ്യം വരുന്നത് ഇൻഡിഗോ ടീമിലേക്കാണ്. ചോദ്യം ഇതാണ്: ചെന്നൈയിൽ നിന്നും ഉറുദു ഭാഷയിൽ 1927 മുതൽ പ്രസിദ്ധീകരിക്കുന്ന സായാഹ്ന ദിനപത്രം ദി മുസൽമാന്റെ പ്രത്യേകത എന്താണ്? Your time starts now. ഇത് അച്ചടിക്കുകയല്ല, എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കയ്യെഴുത്താണ്, അതായത് എഴുതി പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? അത് മാത്രമാണ് അതിന്റെ പ്രത്യേകത എന്നാണ് നിങ്ങൾ പറയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. യെസ് ഓർ നോ? യെസ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. വെരി നൈസ്. വീണ്ടും പ്രശ്നമാണ്, കാരണം 10 അവിടെയാണ് നിൽക്കുന്നത്. 10. ഓക്കെ, 4ാമത്തെ ചോദ്യം. ചോദ്യം ടീം റെഡിലേക്കാണ്. ചോദ്യം ഇതാണ്: ഏത് ഫുട്ബോൾ താരത്തെക്കുറിച്ചുള്ള സിനിമയ്ക്കാണ് AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചത്? And your time starts now. Tell me your answer. പെലെ. അതാണ് നിങ്ങളുടെ ആൻസർ, അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. പെർഫെക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. പെലെ സിനിമയുടെ പേര് അറിയാമോ? പെലെ സിനിമയുടെ പേര്? പെലെ ബർത്ത് ഓഫ് എ ലെജൻഡ് എന്ന സിനിമയിലെ സംഗീത സംവിധാനമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അതുമല്ല, ഓസ്കാർ അവാർഡിന് വീണ്ടും അദ്ദേഹം പരിഗണന പട്ടികയിൽ വന്നിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. ഓക്കെ, AR റഹ്മാൻ. ഓക്കെ, 4 ചോദ്യങ്ങളായി. ഇനിയും 4 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 4 ചോദ്യങ്ങൾ. എത്രയോ കാത്തിരിപ്പിന് ശേഷം, അല്ലെ? എത്രയോ മത്സരങ്ങളിലൂടെ കടന്ന് വന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് 4 ചോദ്യങ്ങൾ മാത്രമാണ്. നമ്മളിനി 4 ചോദ്യങ്ങളെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. 4 ചോദ്യങ്ങൾ. ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. ആർ യു റെഡി? റിലാക്സ് ചെയ്യുന്നു വേണ്ടല്ലോ, ഫ്രീ ആണല്ലോ മൈൻഡ് എല്ലാം, അല്ലെ? ഈ 4 ചോദ്യങ്ങൾ കഴിയുന്നതോടുകൂടി ആരാണ് 1ാം സ്ഥാനത്തേക്ക്, ആരാണ് 2ാം സ്ഥാനത്തേക്ക് എന്ന് നിർണയിക്കപ്പെടും. ഓക്കെ, ചോദ്യം ഇതാണ്. ചോദ്യം ഇൻഡിഗോയ്ക്കുള്ളതാണ്. സോളങ്കി വംശത്തിലെ ഉഭയമതി റാണി ഭർത്താവ് ഭീംദേവ് രാജാവിന് വേണ്ടി 11ാം നൂറ്റാണ്ടിൽ പണിത സ്മാരകം യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ഇത്? ഇതാണ് ചോദ്യം. And your time starts now. So your answer please. റാണി കി വാവ്. റാണി കി വാവ്. നോക്കാം, നമുക്ക് നോക്കാം. That's a correct. Yes. Perfect answer. Congratulations. Very good. ചോദ്യം 6 ടീം റെഡിനുള്ളതാണ്. ചോദ്യം കേട്ടോളൂ. ചോദ്യം ഇതാണ്: 2016 റിയോ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഡബിൾ ട്രാപ്പ് ഇനത്തിൽ സ്വർണം നേടിയ ഫഹാദ് അൽദിഹാനി എന്ന കുവൈത്ത് സ്വദേശിയുടെ മെഡലിനുള്ള ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. Your time starts now. ഇമ്മീഡിയറ്റ് ആൻസർ ആണ് ചോദ്യം. സമയം തുടങ്ങുന്ന സമയത്ത് തന്നെ ആൻസർ പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ആൻഡ്
ടെൽ മീ യുവർ ആൻസർ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ താരം ഫഹീദ് അൽ ദിഹാനി. ഓക്കെ, ഫഹീദ് അൽ ദിഹാനി. ഓക്കെ, യാ, നമുക്ക് നോക്കാം. യെസ് ഓർ നോ നോക്കാം. That's perfect answer. Congratulations. Very good. വീണ്ടും ചോദ്യം, ഏഴാമത്തെ ചോദ്യം. അതുമല്ല, ഇൻഡിഗോ ടീമിനുള്ള അവസാനത്തെ ചോദ്യം. I was out on the road when I received this surprising news and it took me more than a few minutes to process it. I began to think about Dash, the great literary figure. നൊബേൽ പുരസ്കാരദാന ചടങ്ങിൽ വായിച്ച ബോബ് ഡിലന്റെ പ്രസംഗത്തിൽ ആരെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചത്? ബോബ് ഡിലൻ ഏത് സാഹിത്യകാരനെയാണ് അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചത്? ആരെക്കുറിച്ചായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. So your time starts now. That chance is over. പാസ് ചെയ്യുന്നു. ടീം റെഡിന് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ മുമ്പ് സൂചിപ്പിച്ച അവസാന നാടകമായ ദി ടെംപസ്റ്റ് എഴുതിയ എഴുത്തുകാരൻ ആരാണ്? വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എട്ടാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ടീം റെഡ്, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. മലയാളിയായ ജിജ മാധവൻ 1976 ഏത് നേട്ടമാണ് കൈവരിച്ചത്? Waiting for your answer and your time starts now. You are not answering. പാസ് ചെയ്യുന്നു. ഇൻഡിഗോ ടീമിനുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഇതറിയേണ്ടതായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിജ മാധവൻ 1976 എന്ത് നേട്ടമാണ് കൈവരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IPS നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ജിജ മാധവൻ. അതാണ് ഏറ്റവും വലിയ നേട്ടം. അതറിയേണ്ടതായിരുന്നു. പക്ഷെ അതെങ്ങനെ മിസ്സായി പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ അതിനേക്കാൾ വലിയ നേട്ടം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തോ കീഴടക്കിയതുപോലെ. പക്ഷെ ഇതൊരു കീഴടക്കലാണ്. മലയാളിയായിട്ടുള്ള ആദ്യ വനിത IPS നേടുന്ന ആദ്യത്തെ വനിതയാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. 8 ചോദ്യങ്ങളും കഴിഞ്ഞു. ചോദ്യങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നിൽക്കുന്ന പൊസിഷൻ എന്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കുവാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. നമ്മൾ ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളാണ് മാജിക്കിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എത്രയൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ പോലും, എത്രയൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പോലും, എത്രമാത്രം കോൺഫിഡന്റ് ആണ് നിങ്ങൾ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഈ മുമ്പിലിരിക്കുന്ന ഈ ഓഡിയൻസിനോട് കൂടി പറയുകയാണ്, പ്രേക്ഷകരോട് കൂടി പറയുകയാണ്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി, ആ എനർജി എന്ന് പറയുന്നത് അപാരമായിരിക്കും. 7 വയസ്സ് വരെ ഒരു കുട്ടിയുടെ ബ്രെയിനിലേക്ക് നിറയ്ക്കാൻ സാധിക്കുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് നിറയ്ക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം ആ കുട്ടി ബ്രൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും കുട്ടികൾ ഒരു കാരണവശാലും അരുത് എന്ന് പറയരുത്, ഡോണ്ട് ഡു എന്ന് പറയരുത്. നിങ്ങൾക്കറിയാമോ, ഒരു കുട്ടി 10 വയസ്സാകുമ്പോഴേക്കും 1,50,000-ലധികം തവണ അരുത് അരുത് എന്ന വാക്ക് കേൾക്കുമെന്നാണ് പറയുന്നത്. അതാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പോയ സമയത്ത് അധ്യാപകർ ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞ അരുത് ജോണി എന്നാണ് പേര്. കാരണം വീട്ടിൽ നിന്ന് മുഴുവൻ കേൾക്കുന്നതാണ് അരുത് ജോണി, അരുത് ജോണി, അരുത് ജോണി. അപ്പൊ ഈ കുട്ടിയുടെ പേര് ജോണി എന്നല്ല, അരുത് ജോണി എന്നാണ് തെറ്റിദ്ധരിച്ചൊരു കഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അരുത് എന്ന്, ഡോണ്ട് ഡു. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കണം. പക്ഷേ അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പുറപ്പെടുമ്പോഴും നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു കപ്പാസിറ്റി, അവരുടെ എനർജി നഷ്ടപ്പെടും. ഞാനൊരു ചെറിയ മാജിക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ മോള് വരും കൊണ്ട് ആൻഡ് യു ക്യാൻ ഓൾസോ ജോയിൻ ഹിയർ. നല്ലൊരു കയ്യടി കൊടുക്കുക. മോളുടെ പേര് ഗൗരിപ്രിയ, മോന്റെ പേര് ജയശങ്കർ. ജയശങ്കറും ഗൗരിപ്രിയയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് പോസിറ്റീവ് എനർജി തരാൻ പോകുന്നു, ഒരാൾക്ക് നെഗറ്റീവ് എനർജി തരാൻ പോകുന്നു.
വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്റെ കയ്യില് ഒരു 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 സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ അല്ലേ? ഓക്കെ, ഈ സ്റ്റാൻഡിന്റെ മുകളിൽ ഞാൻ വെക്കുന്നത് ഒരു എംറ്റി ആയിട്ടുള്ള ഒരു കാലിപ്പെട്ടിയാണ്, ഒരു പേപ്പർ ബോക്സ് ആണ്, കാലിയായിട്ടുള്ള പെട്ടിയാണ്, കണ്ടല്ലോ? ഓക്കെ, ഇനി ആദ്യം ഞാന് ഈ പെട്ടി ഇവിടെ വെച്ചു. ഓക്കെ, പെട്ടി ഇവിടെ വെച്ചു. പെട്ടി നമുക്ക് എടുക്കാം, കണ്ടല്ലോ? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഗൗരിപ്രിയ മോള് ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ മുകളിൽ കയറി നിൽക്കും, എന്നിട്ട് കൂളായിട്ട് ആ പെട്ടി എടുക്കും. ഇതിന് മേളിൽ കയറി നിൽക്കും, സ്റ്റാൻഡിന്റെ മുകളിൽ കയറിയിട്ട് കയറിയിട്ട് പെട്ടി എടുത്തോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭാരമുണ്ട്, അത്രയേ ഉള്ളൂ. പെട്ടിയുടെ ഭാരമുണ്ട്, അത്രയേ ഉള്ളൂ. അവിടെ വെച്ചോളൂ. ഇനി ഞാൻ ചാൻസ് തരുന്നത് ജയശങ്കറിനാണ്. പക്ഷെ ജയശങ്കർ എന്റെ കണ്ണിലേക്ക് നോക്കണം. ജയശങ്കർ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ പെട്ടി മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. ഇംപോസിബിൾ, നടക്കില്ല. യു വാണ്ട് ടു ട്രൈ ഇറ്റ്? കം ഹിയർ, എന്റെ മേളിൽ കയറി നിൽക്ക്. ട്രൈ ഫോർ ദാറ്റ്. പൊക്ക്. ഇംപോസിബിൾ അല്ലേ? ഇങ്ങോട്ട് തിരിച്ചു വാ. ഗൗരിപ്രിയ, യു കാൻ. മോൾക്ക് പറ്റും, കേറ്. Take it. Cool. You want to try again? But before that, I want to say you, impossible. നടക്കില്ല. എത്ര ശ്രമിച്ചാലും നടക്കില്ല. Try for that. മേലെ കയറി. ഞാൻ തൊടുന്നില്ല. Okay, wait a bit. Wonderful. Okay, impossible അല്ലേ? പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, എത്രമാത്രം നമ്മൾ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കൊടുക്കുന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുന്നുള്ളത്. ഐ എം സേയിങ് യു ക്യാൻ. മോന് പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. കം ഓവർ ഹിയർ. എന്നെ മുകളിൽ കയറി നിൽക്ക്. ഇതാണ് എപ്പോഴും പറയേണ്ട കാര്യം. നിങ്ങളോടും പറയുന്നതാണ്, പ്രേക്ഷകരോടും പറയുന്നതാണ്, മാതാപിതാക്കളോടും പറയുന്നത് ഇതാണ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ അപാരമായ സിദ്ധി. ഓരോ മനുഷ്യനും ഭൂമിയിൽ പിറന്നു വീഴുന്നത് അപാരമായ സാധ്യതകളുമായിട്ടാണ്. ആ സാധ്യതകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഓരോ കുഞ്ഞും നമ്മളടക്കം കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒരപേക്ഷ പോലും കൊടുക്കാതെ, ഒരു ക്യൂവിൽ നിൽക്കാതെ, ആരും റെക്കമെൻഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് വന്നതാണ് ഈ ഭൂമിയിൽ. എവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ഉണ്ടോ? ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഭൂമിയിൽ വന്ന് വീണു. ഒരൊറ്റ ജന്മം മാത്രമേ ഉള്ളൂ. ആ ജന്മം ഗംഭീരമാക്കാൻ നമുക്ക്. കേട്ടോ നിങ്ങൾ? സോ ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സോ മച്ച്. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6 വളരെ മനോഹരമായിട്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുകയാണ്. ഒരൊറ്റ കർമ്മം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഈ ഫൈനൽ എപ്പിസോഡിൽ ആർക്കാണ് ഒന്നാം സമ്മാനം, ആർക്കാണ് രണ്ടാം സമ്മാനം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു കാര്യം. പക്ഷേ ഇനി നിങ്ങൾ നേടാൻ പോകുന്നത് ഒരു വലിയ ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നടൻ മോഹൻലാൽ, അത്രയും വിശിഷ്ടാതിഥികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾ ഈ സമ്മാനം ഏറ്റുവാങ്ങും. അത് മാത്രമല്ല, ഇതൊരു ലോക റെക്കോർഡാണ്. ഇത്രമാത്രം കുട്ടികൾ ഒരുമിച്ച് പങ്കെടുത്തൊരു ക്വിസ് ഫെസ്റ്റിവൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരേ സമയം, ഒരേ ചോദ്യാവലിക്ക്, ഒരേ ദിവസം ഇത്രമാത്രം കുട്ടികൾ പങ്കെടുത്ത ഒരു ക്വിസ് മത്സരവും ഉണ്ടായിട്ടില്ല. അത് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചു. മറ്റൊന്ന്, ആദ്യമായിട്ടാണ് ഒരു ചാനലിലൂടെ അക്ഷരമുറ്റത്തിന്റെ ക്വിസ് ഫെസ്റ്റിവൽ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവലിനെ വീണ്ടും മുന്നിലേക്ക് നയിക്കാം. തീർച്ചയായിട്ടും 2 ടീമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 2 ടീമിന്റെ വിജയം പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് 30 പോയിന്റോടുകൂടി, 30 മാർക്കോടുകൂടി റെഡ് ടീമിനാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ലക്ഷം രൂപയും ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു പഠന യാത്രയുമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തേത് ഇൻഡിഗോ ടീമാണ്. നിങ്ങൾക്ക് വെറും 10 മാർക്കിന്റെ കുറവാണുള്ളത്. ദാറ്റ് മീൻസ് 20 മാർക്സ്. But you got the second place and you will get 50,000 rupees. അത് മുഖ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ നടൻ മോഹൻലാലിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റുവാങ്ങാനുള്ള അവസരമുണ്ട്. വലിയൊരു സദസ്സിൽ വെച്ച് ദേശാഭിമാനി, കൈരളി ടെലിവിഷൻ എല്ലാം
നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല മികവുറ്റ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ബുദ്ധിയുള്ള കുട്ടികളെ, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുക. ആ കുട്ടികൾക്ക് നല്ല വഴിയിലേക്ക് അവർ നയിക്കുക. ചീത്ത കാര്യങ്ങളിലേക്ക് പോകാതെ ഏറ്റവും മികച്ച കുട്ടികളായി നമ്മുടെ കേരളത്തിലെ ഉജ്ജ്വലമായ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അക്ഷരമുറ്റത്തിന്റെയും ദേശാഭിമാനിയുടെയും അതോടൊപ്പം തന്നെ കൈരളി ടിവിയുടെയും ലക്ഷ്യം. അതോടൊപ്പം കൂട്ടുചേരാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. സോ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. കം ഓവർ ഹിയർ പ്ലീസ്. നല്ലൊരു കയ്യടി സ്വീകരിക്കാം. And they are the first prize winners. What's your name? ഗൗതം കൃഷ്ണ. ഹരികൃഷ്ണൻ. ഏത് സ്കൂളാണ്? HSS വളയഞ്ചിറങ്ങര. HSS വളയഞ്ചിറങ്ങര. നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ്, കുട്ടികൾ എല്ലാവരും കാണുന്നുണ്ടാവും ഈ ധന്യമായ മുഹൂർത്തം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അതിന്റെ ടീം ഇൻഡിഗോ ഒട്ടും പിന്നിലല്ല. നിങ്ങൾ വെറും 10 മാർക്കിന്റെയാണ് ഡിഫറൻസ്. ഒട്ടും പിന്നിലല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ കുട്ടികൾ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ടെലിവിഷന് മുന്നിൽ. 45 ലക്ഷം കുട്ടികളിൽ നിന്നാണ്, 15,000 സ്കൂളിലെ കുട്ടികളിൽ നിന്നാണ് ഈ ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിന് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും മോശമാവുന്നില്ല. നിങ്ങൾ മുന്നിലാണ്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ മാത്രമാണ്. നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുടെ ഒരു ലോകമാണ് കിടക്കുന്നത്. ആ അവസരങ്ങൾ ഒന്നും ഒഴിവാക്കാതെ ഉജ്ജ്വലമായിട്ട് പങ്കെടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നിമിഷം ആ നിമിഷമാണ്. ആ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ നിമിഷത്തിൽ ചെയ്തിരിക്കണം. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. ഗുർജീഫ് അദ്ദേഹത്തിന്റെ മകന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് വിട പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.